മഹാറാണിയും സംഘവും മലയാലപ്പുഴയിലെത്തുമ്പോൾ സന്ധ്യയായി. ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്നു. ദീപപ്രഭയിൽ ഭഗവതിയുടെ മുഖം കൂടുതൽ രൗദ്രമായി. ദാരിക വധത്തിന് ശേഷം ക്രോധം കൊണ്ട് നിൽക്കുന്ന ഭഗവതിയെ മഹാറാണി ഭക്തിയോടെ തൊഴുതു. വർഷത്തിലൊരിക്കൽ ഇവിടെ ദർശനത്തിന് മഹാറാണി എത്താറുണ്ട്. എല്ലാ ആകുലതകളും ഇറക്കി വയ്ക്കുന്ന ഇടം. അവർ ഏറെ നേരം തൊഴുതു നിന്നു. റാണിയുടെ വരവ് പ്രമാണിച്ച് കാവിനടുത്തായി കൂടാരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പൂജകൾക്കും വഴിപാടുകൾക്കും ശേഷം അവർ കൂടാരത്തിലെത്തി. തൊട്ടടുത്ത കൂടാരത്തിൽ കുഞ്ചുകുറുപ്പുണ്ട്. ഏറ്റവും വിശ്വസ്തരെ മാത്രമേ റാണി ഒപ്പം കൂട്ടിയിട്ടുള്ളൂ. സൈനികരുടെ എണ്ണവും കുറവാണ്. അതും കുഞ്ചുകുറുപ്പ് നിയോഗിച്ചവർ മാത്രം. പന്തളത്തെ പടയാളികൾക്ക് അയ്യപ്പൻ എന്ന പടത്തലവനോട് കൂറുമാത്രമല്ല, ആരാധന കൂടിയാണ്. അതുകൊണ്ടാണ് അകമ്പടിക്കുള്ളവരെ കുറുപ്പ് തന്നെ തിരഞ്ഞെടുത്തത്. ഇത് എല്ലാ കൊല്ലവും പതിവുള്ള യാത്രയായതിനാൽ ആർക്കും സംശയമില്ല. മഹാറാണിയുടെ മനസ്സ് ആകെ കലുഷിതമാണ്. ഒന്നും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, വേറെ നിവൃത്തിയില്ല. അയ്യപ്പൻ എന്ന കരട് കണ്ണിൽ വീണിട്ട് നാളുകളേറെയായി. അവൻ കോവിലകത്ത് വന്ന ദിവസം ഉറക്കം നഷ്ടപ്പെട്ടതാണ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമാണ് തമ്പുരാൻ. ഇരിക്കുന്ന കൊമ്പിനെയാണ് മുറിക്കുന്നതെന്ന കാര്യം അദ്ദേഹം അറിയുന്നില്ല. ഇപ്പോൾ എന്തിനും ഏതിനും അയ്യപ്പൻ മതി. അവനിപ്പോൾ ദത്തുപുത്രനാണ്. നാളെ അവൻ ഇളവരശനാകും. അതോടെ തൻ്റെ മകൻ്റെ കഥയെന്താവും? അയ്യപ്പനെ രാജാവാക്കിയില്ലെങ്കിൽ അവർ അധികാരം പിടിച്ചെടുക്കാനിടയുണ്ട്. അതോടെ താനും രാജമന്നനും തെരുവിലാകും. കറുത്തമ്മ രാജമാതാവാവും. എൻ്റെ ഭഗവതി ചിന്തിക്കാൻ വയ്യ. കടുത്ത പ്രയോഗമാണ് ചെയ്യുന്നതെന്നറിയാം. എങ്കിലും ഇത് ദേശത്തിനു വേണ്ടിയാണ്. മലയരയന്മാർ കോവിലകം വാണാൽ പന്തളം രാജസ്ഥാനത്തിൻ്റെ സ്ഥിതി എന്താവും? അതെങ്കിലും തമ്പുരാൻ ചിന്തിക്കണ്ടേ? സ്വന്തം പിതാമഹൻ അധികാരവും പരിവാരങ്ങളും ഇല്ലാതെ നാട് വിടേണ്ടി വന്ന കഥ നാഴികയ്ക്ക് 400 വട്ടം തമ്പുരാൻ പറയാറുണ്ടല്ലോ. പക്ഷേ പ്രവൃത്തിയിലതില്ല. ഈ അധികാരം എന്നും നിലനിർത്താനല്ലേ ശ്രമിക്കേണ്ടത്? അതിനു പകരം എന്താണിപ്പോൾ ചെയ്തു കൂട്ടുന്നത്? കോവിലകത്ത് മുഴുവൻ ഇപ്പോൾ വരത്തന്മാരാണ്. ആ വാവരെ കാണുമ്പോൾ തന്നെ ഭയമാണ് തോന്നുന്നത്. എന്തിനും മടിക്കാത്തവൻ. പിന്നെ കൊച്ചുകടുത്തയും ആ കിഴവൻ രാമൻകടുത്തയും. ചീരപ്പഞ്ചെറിയിലെ പെണ്ണിനെയും സൂക്ഷിച്ചേ പറ്റൂ. ഇവരെല്ലാം വന്നതോടെ അയ്യപ്പൻ കരുത്തനായി. ഇന്ന് അവന് വേണ്ടി ചാകാൻ നിൽക്കുന്ന എത്ര പേരാണുള്ളത്? കോവിലകത്തിരിക്കുമ്പോൾ വല്ലാത്ത വീർപ്പുമുട്ടലാണ്. എവിടെയും അവൻ്റെ പേര്, അവൻ്റെ പ്രകീർത്തനങ്ങൾ. ഇതിനൊരറുതി വരുത്തിയേ മതിയാകൂ. എല്ലാ കണക്കുകൂട്ടലുകളും നടന്നാൽ ഈ വർഷം തന്നെ വീണ്ടും ഭഗവതിയെ കാണാൻ വരണം. കാണിക്ക അർപ്പിക്കണം. ഇരുട്ട് വീണു തുടങ്ങി. കുഞ്ചുകുറുപ്പ് പറഞ്ഞ ആളെത്തിയോ? എന്താണ് അവസ്ഥയെന്നറിയില്ല. തൽക്കാലം ക്ഷമയോടെ കാത്തിരിക്കാം. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ചുകുറുപ്പ് മുഖം കാണിക്കാൻ അനുവാദം ചോദിച്ചു. സേവകരോട് പുറത്തു പോകാൻ പറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കുറുപ്പും കൂടെ മറ്റൊരാളും കൂടാരത്തിനുള്ളിൽ കയറി. അവർ മഹാറാണിയെ അഭിവാദ്യം ചെയ്തു. എന്താ നിൻ്റെ പേര്? മഹാറാണി ചോദിച്ചു. കൊങ്ങണൻ. അയാൾ താണു വണങ്ങി പറഞ്ഞു. റാണി അയാളെ സൂക്ഷിച്ചു നോക്കി. മുഖത്തൊരു പ്രത്യേക ഭാവം. കപ്പടാമീശ, കഴുത്തിൽ ഏകമുഖ രുദ്രാക്ഷം. റാണി കുഞ്ചുകുറുപ്പിനോടായി ചോദിച്ചു, ഇവനോടെല്ലാം പറഞ്ഞോ? ഉവ്വ്, അവൻ ആവശ്യമുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. കൊങ്ങണൻ തോളിൽ തൂക്കിയിരുന്ന ഭാണ്ഡം നിലത്ത് വച്ചു. അയാൾ തറയിലിരുന്നു. കൈകൾ കൂപ്പിച്ചൊല്ലി. അണ്ടരണ്ടമാകി നിന്റവനെ കാപ്പു, ആനന്ദമാകി നിൻ്റെയുമായോ കാപ്പു, കുണ്ടമനും കുണ്ടലിയിൽ കുറിയെ കാപ്പു, കുമരഗുരു വേൽമുരുകൻ പാദം കാപ്പു. അയാൾ ഭാണ്ഡത്തിൽ നിന്നും ഒരു ചുവന്ന പട്ടുപൊതി പുറത്തെടുത്തു. റാണിയുടെ നേരെ അത് നീട്ടി. റാണി വിറയ്ക്കുന്ന കൈകളോടെ അത് വാങ്ങി. ഇന്ത സ്വർണം ഉണവിലെ ചേർത്ത് കൊടുക്കുക. 2 നാളുക്കുള്ള കാച്ചിൽ വന്നിടും. പിന്നർ ഉടൽ സെവന്ത് വെടിക്ക തുടങ്ങും. 4 നാൾ കൂടെ കാച്ചിൽ വേറും. 1 വാരത്തുക്കുള്ള ആൾ ഇരന്നിടും. ഇതിന് മറുവൈദ്യമുണ്ടോ? അമ്മ, ഇന്ത ഉലകത്തിലെ മനിതർ തയ്യാറെടുത്ത എല്ലാ മരുന്നുക്കും ഒരു മറുമരുന്ന് ഇருக்கு. വിഷത്തുക്കും കൂടെ ഇருக்கு. ആനാ ഇന്ത വിഷത്തുക്കൊരു മരുന്ന് ഇളതാകെ ആരാലും കണ്ടുപിടിക്കാൻ മുടിയാതെ. ഞാൻ നിശ്ചയം തരാം. റാണിക്ക് സമാധാനമായി. അവർ അയാൾക്ക് ഒരു പണക്കിഴി നൽകി. കൊങ്ങണൻ അതും വാങ്ങി പുറത്തുപോയി. കുറുപ്പേ, കാര്യങ്ങൾ സൂക്ഷിക്കണം. ഈ ലാടനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അയ്യപ്പൻ്റെ ചാരന്മാർ ഇവനെ തേടി വരുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ചും. അക്കാര്യം എനിക്ക് വിട്ടേക്ക് തമ്പുരാട്ടി. അവന് യാത്രയ്ക്കായി ഒരു കുതിരയെ സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ തന്നെ നാഗർകോവിലേക്ക് തിരിക്കും. പിന്നെ ഈ വഴി വരില്ല. റാണി ചിന്തയിലാണ്ടു. പന്തളം മന്നൻ്റെ ദത്തുപുത്രനെ അന്തഃപുരത്തിൽ വരുത്തി സൽക്കരിക്കേണ്ടത് നാട്ടു നടപ്പല്ലേ? തിരികെ എത്തിയ ഉടനെ അതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങണം. അവർ വിഷപ്പൊതി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. കുറുപ്പ് അപ്പോഴും
എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുറുപ്പേ? അടിയൻ്റെ മനസ്സിൽ മറ്റൊന്നുകൂടി തോന്നുന്നു. എന്തായാലും തെളിച്ച് പറയൂ. കാട്ടിൽ പുതിയൊരു കൂട്ടർ വന്ന കാര്യം അറിയാമല്ലോ. മഹിഷിയുടെ തെമ്മാടിക്കൂട്ടം. ചിലപ്പോൾ നമുക്ക് പ്രയോജനപ്പെടും. അതെങ്ങനെ? തമ്പുരാട്ടി, അവസാനം ലാടൻ പറഞ്ഞത് കേട്ടില്ലേ? എന്തിനും മറുമരുന്നുണ്ടെന്ന്. ഇപ്പോൾ കാലം അയ്യപ്പനൊപ്പമാണ്. എന്തായാലും ആദ്യം ഈ പ്രയോഗം നടക്കട്ടെ. പുറത്ത് അതിശക്തമായ കാറ്റടിച്ചു. ശ്രീകോവിലിന് നടക്കിലെ വിളക്കുകൾ കെട്ടു. ഭഗവതിയുടെ മുന്നിലെ കിടാവിളക്ക് മാത്രം അപ്പോഴും തെളിഞ്ഞ് കത്തുന്നുണ്ടായിരുന്നു.